ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തെക്കുറിച്ചാണ്. ഭാഷാ ഗവേഷകരുടെ ഇടയിൽ ഗവേഷണ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണിത്. രചനാകാലം, വിവിധ കാലഘട്ടത്തിലെ ഭാഷാ സവിശേഷതകൾ എന്നിവയിലൂടെയൊക്കെയുള്ള അന്വേഷണത്തിന് വഴികാട്ടിയായ ഗ്രന്ഥമെന്ന നിലയിൽ ഭാഷാ ചരിത്രത്തിൽ ലീലാതിലകം എന്ന സംസ്കൃത ഗ്രന്ഥത്തിന് നിർണായക സ്ഥാനമുണ്ട്. 3 ശില്പങ്ങളായി തിരിച്ചാണ് ലീലാതിലകത്തിൽ മണിപ്രവാളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 1-ാം ശില്പത്തിൽ മണിപ്രവാളത്തിന്റെ സാമാന്യ സ്വഭാവത്തെപ്പറ്റിയും 2-ാം ശില്പത്തിൽ മണിപ്രവാളത്തിന്റെ ശരീരഭാഷയെപ്പറ്റിയും 3-ാം ശില്പത്തിൽ സന്ധികാര്യങ്ങളെപ്പറ്റിയുമാണ് വിശദീകരിക്കുന്നത്. മണിപ്രവാളം സാഹിത്യത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിന്റെ കർത്താവ് ആരെന്നറിയില്ല. തിരുവനന്തപുരം മുതൽ പേരാർ വരെയുള്ള സ്ഥലം അദ്ദേഹത്തിന് പരിചിതമായിരുന്നുവെന്ന് ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുള്ള പദ്യങ്ങളിലെ പരാമർശങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. തൃക്കാരിയൂർ, തൃശിവപേരൂർ, മഹോദയപുരം, ആറ്റൂർ തുടങ്ങിയ സ്ഥലങ്ങളും വേണാടുമായി ബന്ധമുള്ള മാർത്താണ്ഡവർമ്മ, രവിവർമ്മ, വിക്രമപാണ്ഡ്യൻ തുടങ്ങിയ രാജാക്കന്മാരെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളും ഗ്രന്ഥത്തിലുണ്ട്. അന്ന് വേണാട് വാണിരുന്ന മാർത്താണ്ഡവർമ്മയുടെയും രവിവർമ്മയുടെയും ആശ്രിതനായിരുന്നു ലീലാതിലകകാരനെന്ന് ചില പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട്. ആചാര്യന് അലങ്കാരശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. കാവ്യദോഷങ്ങൾ, ഗുണങ്ങൾ, അലങ്കാരങ്ങൾ ഇവ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഭരതന്റെ നാട്യശാസ്ത്രം, ഭാമഹന്റെ കാവ്യാലങ്കാരം, വാമനന്റെ കാവ്യാലങ്കാര സൂത്രം, ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകം, രാജശേഖരന്റെ കാവ്യമീമാംസ, മമ്മടന്റെ കാവ്യപ്രകാശം, അഭിനവഗുപ്തന്റെ ലോചനവും ഭാരതിയും തുടങ്ങി അലങ്കാരശാസ്ത്രത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എല്ലാം പരാമർശിച്ചിട്ടുണ്ട്. പ്രാകൃതം, തമിഴ്, കന്നഡം തുടങ്ങിയ ഭാഷകളിലും പാണ്ഡിത്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2ഉം 3ഉം ശില്പങ്ങളിൽ വ്യാകരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് തൊൽക്കാപ്പിയം, നന്നൂൽ തുടങ്ങിയ തമിഴ് വ്യാകരണ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ്. യാപ്പരുങ്കലം തുടങ്ങിയ തമിഴ് വൃത്തശാസ്ത്ര ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരൻ പരിശോധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അക്കാലത്തെ സംസ്കൃതം, തമിഴ്, കന്നഡം തുടങ്ങിയ ഭാഷകളിൽ പ്രകാശനം ചെയ്തിട്ടുള്ള അലങ്കാരശാസ്ത്രങ്ങളിലും വ്യാകരണ ഗ്രന്ഥങ്ങളിലും പാണ്ഡിത്യം നേടിയ ആളായിരുന്നു ലീലാതിലക കർത്താവ്. ഇനി ലീലാതിലകത്തിന്റെ കാലത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ലീലാതിലക കാലം നിർണയിക്കാൻ സഹായിക്കുന്ന ചരിത്രരേഖകൾ അതിൽ തന്നെയുണ്ട്. ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള പദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതികളുടെ രചനാകാലം, അതിൽ പരാമർശിക്കപ്പെടുന്ന രാജാക്കന്മാരുടെ ഭരണകാലം ഇതെല്ലാം കാലനിർണയത്തിന് സഹായകമാണ്. AD 14-ാം ശതകത്തിൽ രചിക്കപ്പെട്ട പല കാവ്യങ്ങളിൽ നിന്നും ഉള്ള ശ്ലോകങ്ങൾ ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കൊല്ലവർഷം 525-നും 537-നും ഇടയ്ക്ക് രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു പദ്യം ഉദ്ധരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനു മുമ്പല്ല ലീലാതിലക കാലം എന്ന് തീർച്ചയാണ്. കൊല്ലവർഷം 5-ാം ശതകത്തിന്റെ അന്ത്യഘട്ടത്തിൽ ആരംഭിച്ച ഒരാചാരമാണ് ശുചീന്ദ്രം കൈമുക്ക്. ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന ശുഖസന്ദേശത്തിലെ ആസ്ഥാലോകേ വിപുല മനസാം എന്ന പദ്യഭാഗം ഉണ്ണുനീലി സന്ദേശത്തിൽ ചേർത്ത് കാണുന്നുണ്ട്. ഇതെല്ലാം ലീലാതിലക കാലം ഉണ്ണുനീലി സന്ദേശത്തിന് ശേഷമാണെന്ന വാദം ഉറപ്പിക്കുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന സുൽത്താൻമാരിൽ നിന്നും വേണാടിന്റെ തെക്കു കിഴക്കൻ അതിർത്തിയിൽ തുലുക്കൻ പടയുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നു. വ്യായാമം കൊണ്ടഴകിൽ ഉദിതാമോദം എന്ന് തുടങ്ങുന്ന ഉണ്ണുനീലി സന്ദേശ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് ആ ചരിത്ര സംഭവമാണ്. അന്ന് വേണാട് ഭരിച്ചിരുന്നത് ഇരവിവർമ്മയും സഹോദരൻ ആദിത്യവർമ്മയുമാണെന്ന് ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നും ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കാം. മേടം വേണാടരിൻ മകുടമേ രാശിയും വാഗദീശൻ നാലാമേടത്ത് എന്ന പദ്യത്തിലെ ജ്യോതിശാസ്ത്ര സൂചനയിൽ നിന്നും സന്ദേശകാലം 525, 537, 549 എന്നീ ആണ്ടുകളിൽ ഒന്നായിരിക്കും. സൂക്ഷ്മമായി പരിശോധിച്ചാൽ 537 ആണെന്ന് കാണാം. എന്നാൽ ഉണ്ണിയാടി ചരിത്രത്തിന്റെ കാലം അതിൽ നിന്നും 30-35 വർഷത്തിന് ശേഷമാണ്. അതായത് 575-ന് അടുത്താകണം. ഉണ്ണിയാടി ചരിത്രത്തിൽ നിന്നും ഒരു പദ്യം പോലും ലീലാതിലകത്തിൽ ചേർത്ത് കാണുന്നില്ല. അതിനാൽ ഉണ്ണിയാടി ചരിത്രത്തിന്റെ രചനാകാലത്തിന് മുമ്പാണ് ലീലാതിലക രചനയെന്ന് വ്യക്തം. അതേസമയം 14-ാം ശതകത്തിന്റെ മധ്യത്തിൽ എഴുതപ്പെട്ട അനന്തപുര വർണ്ണനം, ചെറിയച്ചി ചരിതം തുടങ്ങിയ കൃതികളിൽ നിന്നും പദ്യം ലീലാതിലകകാരൻ സ്വീകരിച്ചിട്ടുണ്ട്. ലീലാതിലകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഭാഷയുടെ സവിശേഷതകളും പരിശോധിക്കേണ്ടതാണ്.
കേരളർ അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ എന്നിവ പ്രയോഗിക്കുന്നില്ലെന്ന് ആചാര്യൻ വെളിപ്പെടുത്തുന്നു. അതിനാൽ നിരണം കൃതികളുടെ രചനയ്ക്ക് അരനൂറ്റാണ്ടെങ്കിലും മുമ്പായിരിക്കണം ലീലാതിലക രചന. 2 പ്രയോഗം അസാധുവാണെന്നും, അതായത് ഇരണ്ടസാധു, ഉരുത്തിയെരുത്തിയാക്കുന്നത് പോലെ തെറ്റാണെന്നും ആചാര്യൻ പറയുന്നു. കൊല്ലം 6-ാം നൂറ്റാണ്ടിന് ശേഷം 2 പ്രയോഗം സാധാരണയായിരുന്നു. ഭാഷാപരമായ പല സവിശേഷതകളും കൊല്ലം 6-ാം നൂറ്റാണ്ടിലേതാണ്. നാറ്റുമണി, പൊറ്റാർ, കാറ്റാളം, കർക്കുളം തുടങ്ങിയ സന്ധികൾ കൃഷ്ണഗാഥ കാലത്ത് പോയി മറഞ്ഞിരുന്നു. അതിനാൽ കൃഷ്ണഗാഥയ്ക്ക് അരനൂറ്റാണ്ടെങ്കിലും മുമ്പ് ലീലാതിലകം രചിക്കപ്പെട്ടിരിക്കണം. അവു, ഇവു, വലിയവു തുടങ്ങിയ ബഹുവചന രൂപത്തിന്റെ കാര്യവും ഇതുതന്നെ. ഇതിൽ നിന്നെല്ലാം ഗ്രന്ഥകാലം കൊല്ലവർഷം 560-നും 575-നും മധ്യയാണെന്ന് വ്യക്തമാക്കുന്നു. ലീലാതിലകത്തിന്റെ ഒടുവിൽ ചേർത്തിട്ടുള്ള ഉദാഹരണ ശ്ലോകത്തിൽ കാലം കാണായി ചിത്തമേ എന്ന പ്രയോഗത്തിൽ ഗ്രന്ഥരചനാകാലം സൂചിപ്പിക്കുന്നതായി ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നു. ചിത്തമേ എന്ന പദത്തിന്റെ സംഖ്യ 566-നെ കുറിക്കുന്നു. ചരിത്രപരമായും ഭാഷാ സ്വഭാവമനുസരിച്ചും ഈ നിഗമനം സാധുവാണ്.